ഹായ്, ഇതെല്ലാം കാണുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ വരാൻ തോന്നുന്നില്ലേ? എങ്കിൽ പോര്. അപ്പൊ കട്ടൻ ചായ, കേക്ക്. അപ്പോ രാവിലെ എണീച്ചു, ഡ്രസ്സെല്ലാം മാറി ജോലിക്ക് പോവാണ് കേട്ടോ. പരിപാടിയിലാണ് ഞങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നത് അന്ന് കാണിക്കുന്നത്, അവസാനിക്കുന്നത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോ ഞങ്ങൾ രാവിലെ പോകുമ്പോ തിന്നാൻ കൊടുക്കാൻ എല്ലാവർക്കും രാവിലെ ചോറ് കൊടുത്തു. ഇനിയിപ്പോ പോകുമ്പോ എന്തായാലും ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അത് നിർബന്ധ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുപോലെ വരുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പൊ ഹെൽമെറ്റെല്ലാം എടുത്ത് ഇപ്പൊ കമിക്കും. അപ്പൊ ഞാൻ ക്യാമറമാൻ ബാക്കിലുണ്ട്. അപ്പൊ നമ്മ പണിസ്ഥലത്ത് എടുത്ത് ഡ്രസ്സെല്ലാം മാറി അടുത്ത പരിപാടിയാണ് തകർക്കുന്നത്. മിക്സ് ചെയ്ത് തകർക്കുവാണ്. അപ്പൊ ചോദിക്കുക ഹെൽപ്പർ പണിയും മേസ്ത്രി പണിയും എല്ലാം എടുക്കണം. ആള് കുതിരയമ്മ കുതിരയമ്മ കയറുകയാണ്. കുതിരേനെ കണ്ടോ? ഇതാണ് കുതിര, അല്ലാണ്ട് മറ്റേ തളച്ചു വെച്ചിട്ടുണ്ട്. അവിടെ തളച്ചിട്ടുണ്ട് കുതിരേനെ. അപ്പൊ ചുറ്റി എടുത്തിട്ട് ആണി എന്തൊക്കെ തെളിച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ കളയണം. വെള്ളം ഒഴിക്കുന്നു. ഒരു ദിവസം തുടങ്ങുന്ന നമ്മുടെ ഞങ്ങൾ ഒരു ദിവസമാണ് കാണിക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിക്കണ്ട, മഴ നനഞ്ഞോണ്ട് കുറച്ചേ ഒഴിക്കണ്ട. ഇനി ഗ്രൗട്ട് അത് ഗ്രൗട്ട് ഒഴിച്ചു. മനസ്സിലായോ? സിമെന്റ് കലക്കിട്ട് ഒഴിക്കുന്നതാ ഈ ഗ്രൗട്ട്. ഒഴിക്കണ്ട, കുറച്ച് മതി. നമുക്ക് തുടങ്ങാം. പണി തുടങ്ങിയാണ്. അങ്ങനെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കണ്ട്രാക്ക് നമുക്ക് കാപ്പിയും കൊണ്ട്. അപ്പൊ ഇത് പൈപ്പിലെ വെള്ളമാണ് കേട്ടോ. പൈപ്പിന്ന് വെള്ളം എടുത്ത് നമ്മുടെ കുപ്പി ഉണ്ടോ? ഇത് നമ്മുടെ സ്ഥിരം, ഇത് ഞങ്ങളെ വിട്ടുപോകാത്ത ഒരു കുപ്പിയാണ്. ഈ കുപ്പിയും ഞങ്ങളും ബന്ധുണ്ട്. രാജു അത് വെള്ളം എടുത്തിട്ട് വരുന്നത് അതവൻ എന്നോട് വാങ്ങിയതാണ്. അപ്പോഴേക്കും മസാലക്കറി പൊറോട്ടയും വന്നു കേട്ടോ. അങ്ങനെ അപ്പൊ അതില് പൂരിയുണ്ട്. പൂരിയുണ്ട്. എനിക്ക് പൊറോട്ട വേണ്ട, അത് കാരണം അതുകൊണ്ട് ഞാൻ പൂരി എടുക്കും. ദേശീയ ഭക്ഷണം ഇവിടെ കഴിക്കില്ല. അപ്പൊ മസാലക്കറിയും കണ്ടാ എന്താ രസം. ഇത് കഴിക്കാൻ ഒരു സുഖം വേറെ തന്നെ കേട്ടാ. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന്റെ ജോലി ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. അതൊരു ടേസ്റ്റ് വേറെ. ടേസ്റ്റ് എന്താ അറിയോ? നമ്മൾ പണിയെടുത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അടിപൊളിയാ. അതാണ് ആ ടേസ്റ്റിനുള്ള പ്രത്യേകത. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊറോട്ടയും പൂരിയും ഇതൊക്കെ ചേർത്ത്. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെയും പണി തുടങ്ങിയുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പണി തുടങ്ങും. അപ്പോഴേക്കും 1 മണിയാകുമ്പോഴേക്കും കണ്ട്രാക്ക് ഊണും കൊണ്ട് വരും. ഭയങ്കര തീറ്റയാണല്ലേ. എന്തോ തീറ്റയാ. നിങ്ങളെ കാണിച്ചോണ്ട് തിന്നുമ്പോ തനിയെ ചിരി വരും. അത് ക്യാമറമാൻ ഞാനായതുകൊണ്ട് തന്നെ ഞാനില്ല. അപ്പോഴേക്കും കണ്ട്രാക്ക് ചോറും കൊണ്ടുവന്നാൽ നല്ല അടിപൊളി കണ്ടാ പൊതിച്ചോറ്. അതില് എന്തൊക്കെയാ തോരനുണ്ട്, 2 തരം തോരനുണ്ട്, അച്ചാറുണ്ട്. അപ്പൊ പൊതിച്ചോറ് അച്ചാറുണ്ട് കണ്ടാ, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ പയറ്, പിന്നെ അടിപൊളി പുളിശ്ശേരി കണ്ടാ. നല്ല കണ്ട്രാക്കാണ് കേട്ടാ. ഇതൊക്കെ കണ്ട്രാക്ക് ഫ്രീ ആയിട്ട് തരണം കേട്ടോ ഞങ്ങക്ക്. ശമ്പളത്തിന് പുറമെ മീൻകറി. ഇവള് മീൻകറി കഴിക്കില്ല. മീൻകറി വേണ്ട. പുളിശ്ശേരി ഉണ്ടായാലും പിന്നെ വേറെ ഒന്നും വേണ്ട. പുളിശ്ശേരി ഒരു ടേസ്റ്റാ, പക്ഷെ മീൻ വറുത്തത് കഴിക്കാതിരിക്കില്ല. അടിപൊളി വറുത്ത മീൻ കണ്ടോ, സൂപ്പർ ഒരു വറുത്ത. ഇതിനെ ഞങ്ങളെ നാട്ടിൽ പറയും കടുവപ്പാര. നിങ്ങളെന്താ അറിയില്ല, അതിൻ്റെ തോല് വലിക്കണം, കടുവപ്പാര. അപ്പം അത് കഴിച്ചുകൊണ്ടിരുന്നു. വെള്ളം ഉണ്ടാക്കും. നമ്മുടെ കൊപ്പി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അത് മാറൂല. അപ്പോഴേക്കും 4 മണി ചായ എത്തി. അത് കഴിഞ്ഞ് പിന്നെയും പടി കൊടുക്കുമ്പോൾ 4 മണി ചായ കിട്ടി. 4 മണി ചായ കഴിച്ച് കേട്ടാ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഞങ്ങളെ കൂടെ വരാൻ? കേട്ടാ, കട്ടൻ ചായയും നല്ല അടിപൊളി കേക്ക്, പിന്നെ ഇതൊക്കെ കൂടി കഴിച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി രസം. അപ്പൊ ഒരു ദിവസം ഒരു ജോലിക്ക് പോകുമ്പോൾ